അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ ആളുകൾ മദ്യം ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് നാം പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കുകയും അവരെ അനുസരിക്കുകയും അവരോട് കരുണ ചെയ്യുകയും ചെയ്യേണ്ട മഹത്തായ സ്വഭാവമുള്ളവർക്ക് മാത്രമാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ സ്ഥാനം അള്ളാഹു നൽകുകയുള്ളൂ. അതല്ലാത്ത പക്ഷം കേവലം പള്ളികളിൽ ഇഅ്തികാഫുകളിലായി ഇരിക്കുന്നതും ഇബാദത്തുകളിലായി ഇരിക്കുന്നതും അർത്ഥമില്ലാത്ത ഫലമില്ലാത്ത അമലുകളായി മാറിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ അതനുസരിച്ചുകൊണ്ട് അവരോട് നാം കരുണ ചെയ്യേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ എന്നല്ല, ഒരു മനുഷ്യനായി പിറന്ന ആളുകളുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലോകം മുഴുവനും സൃഷ്ടിച്ച റബ്ബായ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ കോപത്തിന് ഇരയാകുമ്പോഴാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സമുദായം, ഇന്ന് നാം പലപ്പോഴും വാർത്തകളിലൂടെ കേൾക്കുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലല്ല, മാതാപിതാക്കളോട് എതിർത്ത് സംസാരിക്കലല്ല, മറിച്ച് മാതാപിതാക്കളെ കൊല്ലുന്ന സമുദായമാണ്. അവരെ യാതൊരു അർത്ഥത്തിലും പരിഗണിക്കാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമുദായമാണ്, കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ കൃത്യമായ സ്ഥാനത്ത് നിർത്താൻ നമുക്ക് കഴിയണം. അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അവരെത്ര പ്രായമുള്ളവരാണെങ്കിലും, എത്ര പോരായ്മകളുള്ളവരാണെങ്കിലും, ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് മുസ്ലിം അല്ലെങ്കിൽ പോലും അവരോട് കരുണയോടെ പെരുമാറണം, അവരെ കൃത്യമായി അംഗീകരിക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, എനിക്ക് അങ്ങയുടെ കൂടെ യുദ്ധത്തിൽ വരാൻ വേണ്ടി താല്പര്യമുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, അഫീക വാലിദുൻ, നിനക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അഹയ്യുൽ വാലിദ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഉണ്ട്, അവര് ജീവനോടെ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ജിഹാദ് മുഴുവനും, നിന്റെ സമയം മുഴുവനും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കണം. നീ യുദ്ധത്തിന് വേണ്ടി വന്നാൽ ഒരുപക്ഷെ അവര് ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് നിന്റെ യുദ്ധത്തിന്റെ പ്രതിഫലം, നിന്റെ അധ്വാനങ്ങൾ മുഴുവനും നിന്റെ മാതാപിതാക്കളെ നോക്കുന്നതിലും അവരെ പരിചരിക്കുന്നതിലും അവരോടുള്ള ബഹുമാനത്തിലുമാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല വാക്കുകളായിരിക്കണം മാതാപിതാക്കളോട് പറയേണ്ടത്, കരുണയുടെ നോട്ടമായിരിക്കണം മാതാപിതാക്കളെ നോക്കേണ്ടത്. നാം എത്ര വലിയ നിലയിലെത്തിയാലും, എത്ര വലിയ സമ്പത്തുള്ളവരായാലും മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുടെ ദുർഗതികൾ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ പറയുന്നത് കാണാം. അള്ളാഹു ആ ദുർഗതിയെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് വേണ്ടി അവര് നരകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ, നരകത്തിന്റെ ശക്തമായ ചൂടിൽ അവർ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരെ ഒന്ന് കരകയറ്റാൻ വേണ്ടി ഈ ഉമ്മത്തിന്റെ നേതാവ് കഷ്ടപ്പെടുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല പറയും, ഓ നബിയെ, അങ്ങ് വേറെ എന്തും ചോദിച്ചോ, ഈ വിഭാഗം അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഞാൻ അവരെ രക്ഷപ്പെടുത്തുകയില്ല, അങ്ങ് മറ്റെന്തെങ്കിലും ചോദിക്കൂ എന്ന് മുത്തുനബിയോട് അള്ളാഹു മുത്തുനബി ചോദിച്ചിട്ട് പോലും അവരുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടി വരികയാണ്. ഗൗരവമാണ്. അള്ളാഹു നമ്മെ മാതാപിതാക്കളെ നന്നായി നോക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തുനബി പിന്നെയും അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, സുജൂദ് ചെയ്യും. ഒരു കാരണവശാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് കയറ്റാൻ അവരെ ഒരിക്കലും തുനിയുകയില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തന്റെ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ട അടിമകൾ, തന്റെ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ട തന്റെ ജനത നരകത്തിലെ അവൻ അനുഭവിക്കുന്ന യാതനകൾ കാണാൻ വേണ്ടി നരകം കാക്കുന്ന മലക്കിനോട് നരകത്തിന്റെ കവാടം ഒന്ന് തുറക്കാൻ പറയും. മുത്തുനബി കയറ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തീയിനാലുള്ള മരത്തടികളിൽ കെട്ടിയിട്ടുകൊണ്ട്, തീയിനാലുള്ള ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചുകൊണ്ട് തന്റെ ശരീരമാസകലം തീ കൊണ്ടുള്ള പാടുകളാ, താഴ്ഭാഗത്ത് പാമ്പുകളും തേളുകളും അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത അവസ്ഥ കാണുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ പിന്നെയും അർശിന്റെ ചുവട്ടിൽ വന്നുകൊണ്ട് റബ്ബിനോട് ചോദിക്കും. റബ്ബ് അതേ മറുപടി ആവർത്തിക്കും, നബിയെ, മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ അവരെ സ്വർഗത്തിലേക്ക് കടത്താൻ എനിക്കൊരു നിർവാഹവുമില്ല നബിയെ. അങ്ങനെ നബി തങ്ങൾ അവരുടെ മാതാപിതാക്കളെ നേരിട്ട് കാണാനുള്ള സമ്മതം വാങ്ങി മാതാപിതാക്കളുടെ പരിസരത്ത് പോയി പറയും, നിങ്ങളുടെ മക്കൾ നരകത്തിൽ വേദനകൾ അനുഭവിക്കുന്നു, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം. ആ സമയത്ത് ആ വാപ്പയും ഉമ്മയും പറയും, നബിയെ, ഇല്ല, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ദുനിയാവിൽ. എന്റെ മകൻ വലിയ താവളങ്ങളിൽ കഴിയുമ്പോ, വലിയ സുഖ സൗകര്യങ്ങളിൽ കഴിയുമ്പോ, മുന്തിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ എന്നെ ഒഴിവാക്കി ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു, എന്നെ നോക്കില്ലായിരുന്നു, എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അവൻ അനുഭവിക്കട്ടെ എന്ന് മാതാപിതാക്കൾ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മുത്തുനബി തന്റെ ഉമ്മത്തിനോടുള്ള കരുണ കൊണ്ട് മുത്തുനബി ആ മാതാപിതാക്കളെ നരകം കാണിച്ചു കൊടുക്കും, നരകത്തിലുള്ള തന്റെ മക്കളുടെ അവസ്ഥ കാണിച്ചു കൊടുക്കും. ആ സമയത്ത് കാരുണ്യത്തിന്റെ കടലുകളായ നമ്മുടെ ഉമ്മയും വാപ്പമാരും നമ്മെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും അവരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ആ രംഗം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ ലഭിക്കണോ, മാതാപിതാക്കളെ നാം പൊരുത്തപ്പെടിപ്പിക്കണം. നാം എത്ര നല്ലവരാണെങ്കിലും ലൈലത്തുൽ ഖദ്റിന് വരുന്ന സമയത്ത് ഉമ്മയുടെ ചാരത്ത് പോയി, വാപ്പയുടെ ചാരത്ത് പോയി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഉമ്മ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരത്ത് പോകണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്നാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മാസത്തിലും മറ്റിതര മാസങ്ങളിലും നൽകിയിട്ടുള്ള ഓഫറുകൾ ലഭ്യമാക്കാൻ അല്ലാഹു നൽകുകയുള്ളൂ എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളുടെ തൃപ്തിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ തൃപ്തിപ്പെടുത്താൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.